യോഗസൂത്രത്തെ അധികരിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഇവിടെ ഒരു ശിബിരം നടത്തുന്നു എന്നറിഞ്ഞപ്പോൾ അന്ന് എനിക്ക് വലിയൊരു സന്തോഷമാണ് ഉണ്ടായത്. കാരണം നമുക്കറിയാം, ഇന്ന് യോഗ എന്ന് പറയുന്നൊരു സംഭവം ലോകത്തെ എല്ലായിടത്തും വളരെയധികം പ്രചാരം നേടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഭാരതത്തിൻ്റെതായ ആ പൈതൃകം ഇത് വേറെ ലോകത്ത് ഒരു രാജ്യത്തിനും അവകാശപ്പെടാൻ പറ്റില്ല. നമ്മുടെ ആ വിശാലമായ പഴയ ഭാരതത്തിൻ്റെ ആ പൈതൃകം ഇന്ന് ലോകമെമ്പാടും അംഗീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയും അത് ഏറ്റെടുത്തിരിക്കുക, ലോകം മൊത്തം ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ് യോഗാണ്. പക്ഷേ അങ്ങനെയൊക്കെ ആയിരിക്കുമ്പോഴും യോഗത്തിൽ നമുക്കുള്ളൊരു കുറവ് കാണുന്നത് എന്താ വെച്ചാൽ അതിലത്തെ ചില അംഗങ്ങളെ മാത്രമാണ് വളരെ വ്യാപകമായ തോതിൽ ലോകം സ്വീകരിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് പറഞ്ഞാൽ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ആസനം എന്നുള്ള ശാരീരിക വ്യായാമത്തിൻ്റെ അവിടെ വെച്ചിട്ട് നമ്മൾ സ്റ്റെക്കായി പോയിരിക്കുകയാണ്. ലോകം മൊത്തം അതിൻ്റെ പിന്നാലെയാണ്, അതിൻ്റെ പുറകിലാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് ഇത് ഒരു ശാരീരികമായ ഒരു സാധനമല്ല, മനുഷ്യൻ്റെ ആന്തരികമായിട്ടുള്ള പരിണാമത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ആന്തരികമായ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയില്ല, നമുക്കുള്ള ഒരേ ഒരു സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരേ ഒരു മാർഗമാണ് ഈ യോഗ എന്നുള്ളത് ലോകം വിസ്മരിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മളും ഇതുപോലെ ഇവിടെ ഈ ഒരു ഗ്രൂപ്പിനെ ഞാൻ അങ്ങനെ കണക്കാക്കുന്നില്ല. കാരണം ഇവിടെ അത് ഒരു ആധ്യാത്മിക സാധനം എന്ന നിലയ്ക്ക് തന്നെ വളരെ റിഗറസായിട്ട് അത് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ് നമ്മളത്. പക്ഷേ യോഗ പൊതുവെ ഏറ്റവും തന്നെ അധികം ആളുകളും തന്നെ കൈകാര്യം ചെയ്യുന്നത് അതിൻ്റെ ആസനം എന്നുള്ള ഒരു ഭാഗം മാത്രമായിട്ടാണ്. അപ്പോൾ ഈ ഒരു കാലത്തിൽ നമുക്ക് അതിൻ്റെ അപ്പുറത്ത് യോഗയിൽ അതിൻ്റെ ആഴത്തിൽ പഠിക്കേണ്ട പല സംഭവങ്ങളും ഉണ്ട് എന്നുള്ളൊരു അവയർനെസ് കിട്ടാൻ നമുക്ക് ഇത്തരത്തിലുള്ള ശിബിരങ്ങൾ അത്യന്താപേക്ഷിതമാണ്. മാത്രമല്ല ഈ പറഞ്ഞ പോലെ സാധനം ചെയ്യുമ്പോൾ നമ്മൾക്ക് ഇതുപോലെ സ്വാധ്യായത്തെ പറ്റി നമ്മളെപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലോ, അത് ആധികാരികമായിട്ട് തന്നെ പറഞ്ഞിട്ട് സ്വാധ്യായം ആവശ്യമാണെന്നുള്ളതാണ്. അപ്പോൾ ഈ സ്വാധ്യായത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഇതൊക്കെ. നമ്മൾ ആത്മങ്ങൾ അറിഞ്ഞ ആളുകളിൽ നിന്ന് നമ്മൾ സ്വീകരിക്കുന്നു. നമ്മൾ തന്നെ കുറേ ആളുകളുടെ കൂട്ടായി ഇരുന്നിട്ട് പരസ്പരം ചർച്ച ചെയ്തിട്ടും കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഷെയർ ചെയ്തിട്ടൊക്കെ മൊത്തത്തിൽ നമുക്ക് നമ്മളുടെ അറിവ് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അതിന് ഇത്തരത്തിലുള്ള ശിബിരം വളരെ ആവശ്യമാണ്. ഇന്ന് ലോകത്തുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ സയൻസാണ് യോഗ എന്നത്. അത് ആമുഖത്തിൽ പ്രമോദ് സാർ പറയേണ്ടായി, ഏറ്റവും വലിയ സയൻസാണ്. കാരണം ഈ ലോകം മൊത്തം ശാസ്ത്രം എന്ന് പറയുന്നത് ലോകം പുറത്തേക്ക് നോക്കുകയാണ്. ഈ ലോകം നമുക്ക് പുറത്തുള്ളൊരു ലോകത്തെക്കുറിച്ചുള്ള പഠനമാണ് ശാസ്ത്രം എന്നുകൊണ്ട് സാധാരണ ഗതിയിൽ നമ്മൾ വിവക്ഷിക്കുന്നത്. പക്ഷേ യോഗ നേരെ തിരിച്ചാണ്, വ്യക്തിയുടെ ആന്തരിക ലോകത്തേക്കാണ് അത് നേരെ തിരിഞ്ഞ് വേറൊരു ഡയറക്ഷനിലാണ്. അപ്പോൾ അതിൽ ബാഹ്യലോകത്തെ ശാസ്ത്രത്തിൽ ഐൻസ്റ്റീനോ ന്യൂട്ടനോ എന്ത് പ്രാധാന്യമുണ്ടോ അതേ പ്രാധാന്യമാണ് പതഞ്ജലി യോഗസൂത്രത്തിനും. പതഞ്ജലി യോഗസൂത്രത്തിനും മാത്രമല്ല, അത് ഒരു ക്രോഡീകരണമാണ്. പതഞ്ജലി യോഗസൂത്രം എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത് പതഞ്ജലിയായിട്ട് എഴുതിണ്ടാക്കിയതല്ലല്ലോ. കാലങ്ങളായിട്ട് നമ്മുടെ ഭാരതത്തിൽ ഉണ്ടായിരുന്ന സംഭവങ്ങളെ അദ്ദേഹം ക്രോഡീകരിച്ച് സൂത്രരൂപത്തിലാക്കിയിട്ട് നമുക്ക് ഒരു ടെക്സ്റ്റായിട്ട് കിട്ടിയിരിക്കുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോൾ ഇത്തരത്തിലൊരു ശിബിരത്തിൽ ഇങ്ങനെ പങ്കെടുക്കാന്ന് പറഞ്ഞാൽ ഒരു വലിയ സന്തോഷമുണ്ടായി. അപ്പോൾ എനിക്ക് ഇതുപോലെ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ ഇവിടെ വന്നാൽ കിട്ടുമല്ലോ, അപ്പം എന്നാൽ പങ്കെടുക്കാമെന്ന് പറഞ്ഞാൽ ഞാൻ പ്രമോദ് സാറെ വിളിക്കാനുണ്ടായത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ദിവസം എനിക്ക് പറഞ്ഞു ഒരു കാര്യം ചെയ്യും, മാസ്റ്റർ പറ്റിയെങ്കിലും ഒരു പേപ്പർ അവതരിപ്പിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചു. അപ്പോൾ കുഴപ്പമില്ല, ഉള്ള അറിവ് വെച്ചിട്ട് നമുക്ക് ഇവിടെ വരുമ്പോൾ കൊടുക്കൽ വാങ്ങലാണെന്ന് പറഞ്ഞാൽ കൊടുക്കാനും കഴിയണം, നമുക്ക് എടുക്കാനും കഴിയണം. അപ്പോൾ ഞാൻ ഉള്ള അറിവ് വെച്ചിട്ട് ഒരു ചെറിയ പേപ്പർ അവതരിപ്പിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ക്രിയ സൂത്രങ്ങൾ പതഞ്ജലി യോഗ സൂത്രത്തിൽ എന്നുള്ളതാണ്
അതിനായിട്ടാണ് നമ്മൾ ഇവിടെ വിഷയം അതിൽ കേന്ദ്രീകരിച്ചിട്ടായിരിക്കും സംസാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്കൊരു മുഴുവൻ ഒരു ക്ലാസ് എന്നുള്ള നിലയ്ക്ക് നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് തരുന്ന രീതിയിലായിരിക്കില്ല, കൂട്ടായ ചർച്ചയ്ക്കുള്ളൊരു അവസരം കൂടി ഉണ്ടാവും. പിന്നെ എന്താ പറയുക, നമ്മൾ ഇതിന് ഒരു അധികാരിയാണോ നിങ്ങൾ എന്ന് ചോദിച്ചാൽ അങ്ങനെ നമുക്ക് തീർച്ചയായിട്ടും പറയാം. ഞാനിപ്പോൾ സംസ്കൃതത്തിൽ അല്ലെങ്കിൽ പിന്നെ അങ്ങനെ അതിലൊന്നും ബാബു സാർ പറഞ്ഞ പോലെ നമ്മളൊരു പണ്ഡിതനല്ല. അതുകൊണ്ട് തന്നെ ബാബു സാറ് ഞാൻ പറയേണ്ട കാര്യം കൂടി ബാബു സാർ പറഞ്ഞു. സ്വന്തം അനുഭവങ്ങളുടെ വെളിച്ചത്തിലും സാധനയുടെ ബലത്തിലും മാത്രമാണ് അത് നൽകുന്നൊരു ആത്മവിശ്വാസം ഉണ്ടല്ലോ, തിരിച്ചറിവുകൾ. നമ്മൾ നിരന്തരമായിട്ടൊരു വിഷയത്തിൽ ഫോക്കസ് ചെയ്യുമ്പോൾ നമ്മൾക്കുള്ളിലുണ്ടാവുന്ന അറിവുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ യോഗസൂത്രയെ യോഗസൂത്ര പഠിച്ചിട്ട് നമ്മൾ യോഗം തുടങ്ങിയ ആളല്ല. നമ്മൾ യോഗം ചെയ്തു തുടങ്ങിയിട്ട് അതിൻ്റെ ഉണ്ടാവുന്ന മനസ്സിലാക്കലിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ യോഗസൂത്രയെ സമീപിച്ചിട്ട് ഉണ്ടാവുന്ന ചില തിരിച്ചറിവുകളാണ് ഞാനിപ്പോൾ ഇവിടെ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൽ ആദ്യമായിട്ട് ഒരു കാര്യം പറയാനുള്ളത്, ഈ വിഷയം തന്നെ ഒരു കബളിപ്പിക്കലാണ്. ക്രിയാ രഹസ്യങ്ങൾ യോഗസൂത്രയിൽ എന്ന് പറയുന്നത് അതുതന്നെ അവിടെ തന്നെ ഒരു യോഗസൂത്രത്തിൽ ഒരു തരത്തിലുള്ള ക്രിയാരഹസ്യങ്ങളില്ല. അതാണ് അതിൻ്റെ രഹസ്യം. യോഗസൂത്രം, പതഞ്ജലി യോഗസൂത്രത്തിൽ ഒരു തരത്തിലുള്ള ക്രിയാരഹസ്യങ്ങളും ഇല്ല. ഏറ്റവും വലിയ രഹസ്യം അതാണ്. അപ്പൊ പിന്നെന്താ ഇപ്പൊ ഈ വിഷയത്തിന്റെ ഇതെന്ന് ചോദിച്ചാൽ, ഈ ക്രിയാരഹസ്യങ്ങൾ ഒക്കെ വിശദമായിട്ട് നമുക്ക് രണ്ട് ടെക്സ്റ്റാണ്. ഇത് യോഗസൂത്രം, പതഞ്ജലി യോഗസൂത്രം എന്നുള്ളത് ഒരു തിയറിറ്റിക്കൽ ടെക്സ്റ്റാണ്, തിയറിയാണ്. പ്രാക്ടിക്കലായിട്ട് എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ളത് പറയാനുള്ള പുസ്തകങ്ങളായിട്ട് ഇപ്പുറത്തുണ്ട്. ആസനം വരെ ഉള്ള കാര്യങ്ങൾ ഡീൽ ചെയ്യാനുള്ള ഇഷ്ടംപോലെ പുസ്തകങ്ങളുണ്ട്. ആസനം വരെ മാത്രമല്ല ബാക്കിയുള്ളതും അത് അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ ടെക്സ്റ്റ് കുറേ നമുക്ക് അറിയാമല്ലോ അല്ലേ. ഏതെങ്കിലും നമുക്ക് പ്രാക്ടിക്കൽ ടെക്സ്റ്റായിട്ട് നമ്മുടെ ഇതിലുള്ളത് പ്രാക്ടിക്കൽ ടെക്സ്റ്റ്, നമുക്ക് ക്രിയ ചെയ്യാനുള്ള വിദ്യ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ടെക്സ്റ്റുകൾ ഏതൊക്കെയാണ്? ഹഠയോഗ പ്രദീപ ഫസ്റ്റ് വരിക, അത് തന്നെ ഹഠയോഗ പ്രദീപയുണ്ട്, ഏരണ്ട സംഹിത ഉണ്ട് അല്ലേ, ശിവ സംഹിത ഉണ്ട്. അങ്ങനെ ഒരു 100 കണക്കിന് പുസ്തകങ്ങൾ. അംശയോഗ പ്രവേശിക നമ്മളൊരു ടെക്സ്റ്റാണ്, അതായത് പ്രാക്ടിക്കൽ ടെക്സ്റ്റാണ്, തിയറി മാത്രം കൈകാര്യം ചെയ്യുന്നൊരു ടെക്സ്റ്റല്ല. അതുപോലെ യോഗ യാജ്ഞവൽക്യം, അത് നമ്മൾ കേട്ടിട്ടില്ലേ, യോഗ യാജ്ഞവൽക്യം. അപ്പോൾ അതൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ ക്രിയ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അങ്ങനെയുള്ള പുസ്തകങ്ങളിൽ ധാരാളമായിട്ട് പറയുന്നുണ്ട്. അതുപോലെ യോഗ കുണ്ടലിനി ഉപനിഷത്ത് അതിൽ വിസ്തരിച്ച് പറയുന്നുണ്ട്. ഇനി ഇതിനൊക്കെ പുറമെ നമ്മൾ തമിഴിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ ഇഷ്ടംപോലെ പാടലുകൾ, നൂലുകൾ എന്ന് പറയും. അത് തിരുമൂലരുടെ ഉണ്ട്, തിരുമൂലർ തിരുമന്ദിരം. വിശദമായിട്ട് ഈ യോഗയെ പറ്റിയിട്ടുള്ള ആദ്യം മുതൽ അവസാനം വരെയുള്ള എല്ലാ രഹസ്യങ്ങളും എന്താണ് ക്രിയ ചെയ്യേണ്ടതെന്ന് വരെ വിശദമായിട്ട് പ്രതിപാദിക്കുന്നതാണ് തിരുമൂലർ തിരുമന്ദിരം. അങ്ങനെ അഗസ്ത്യരുടെ ഉണ്ട് പാടലുണ്ട്, ഭോഗരുടെ ഉണ്ട്, ഗോരക്കരുടെ ഉണ്ട്. ഓരോ സിദ്ധരും ഈ നിലവിലുള്ള പാരമ്പര്യമായിട്ടുള്ള യോഗ പദ്ധതിയെ അനുഷ്ഠിച്ച് യോഗം നേടിയ ആളുകൾ, അവധൂതരായിട്ടുള്ള ആളുകൾ, സിദ്ധന്മാരായിട്ടുള്ള ആളുകൾ, അവരത് നമുക്ക് വേണ്ടി കുറിച്ചു വെച്ചിട്ടുണ്ട്. ആ പദം, നമ്മളെ അനുഷ്ഠിക്കേണ്ട അനുഷ്ഠാനങ്ങൾ, അതിൻ്റെ പിന്നിലുള്ള രഹസ്യം എന്താണ്, തിയറി എന്താണ്, പ്രാക്ടിക്കൽ എന്താണ്, അതൊക്കെ വളരെ വിശദമായിട്ട് അപ്പോൾ ഇതൊക്കെ ലഭ്യമാണ്. അപ്പോൾ പതഞ്ജലി യോഗസൂത്രം അത്തരത്തിലൊരു പ്രാക്ടിക്കൽ ടെക്സ്റ്റ് അല്ലാത്തുള്ളതുകൊണ്ടാണ്, ഒരർത്ഥത്തിലാണ് പ്രാക്ടിക്കൽ ടെക്സ്റ്റ് അല്ല പറയുന്നത് അപ്രയോഗികമാണ് എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. അതുകൊണ്ടാണ് യോഗസൂത്രത്തിൽ രഹസ്യങ്ങളൊന്നും ഇല്ല എന്ന്
പറയാൻ കാരണം. പിന്നെ വേറൊരു കാരണം കൂടിയുണ്ട്. ഒരു കാര്യം എന്നെ രഹസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിൽ രഹസ്യമുണ്ട് എന്ന് പറയാം. ഇദ്ദേഹം രഹസ്യമായിട്ട് പറഞ്ഞിട്ടില്ല, എല്ലാം പരസ്യമായിട്ട് തന്നെ പറഞ്ഞിരിക്കുന്നു. യോഗസൂത്രത്തിൽ പതഞ്ജലി ഉദ്ദേശിച്ച എല്ലാ സാധനങ്ങളും, പറയാൻ ഉദ്ദേശിച്ച എല്ലാ സാധനങ്ങളും തുറന്നു പറഞ്ഞിരിക്കുകയാണ്. പിന്നെന്താ രഹസ്യമുള്ളത്? ആ രണ്ടർത്ഥത്തിലും യോഗസൂത്രത്തിൽ രഹസ്യമില്ല. കാരണം ഒന്നും രഹസ്യമാക്കി വെച്ചിട്ടില്ല, എല്ലാം തുറന്ന് എഴുതിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് സംശയം തോന്നും, എന്നിട്ടും എന്താണ് എല്ലാവർക്കും യോഗസൂത്രം ഫോളോ ചെയ്തിട്ട് എൻലൈറ്റ്മെന്റ് കിട്ടാത്തത്, സിദ്ധി നേടാൻ കഴിയാത്തത് എന്താണ്, യോഗം നേടാൻ കഴിയാത്തത് എന്താണ്, അല്ല എനിക്ക് മനസ്സിലാവാത്തത് എന്തുകൊണ്ടാണ്? അങ്ങനെയാണെങ്കിൽ യോഗസൂത്രം അടിസ്ഥാനമാക്കിയിട്ട് പ്രവർത്തിക്കുന്ന എല്ലാവരും ഒരേ രീതി തന്നെ ഫോളോ ചെയ്യേണ്ടതല്ലേ? എന്തിനങ്ങനെ വ്യത്യസ്തമായുള്ള രീതികൾ എന്നൊക്കെ നമുക്ക് സംശയം തോന്നാം. അതിനുള്ള ഒരു ഉത്തരം, നമുക്ക് ഇപ്പോഴും യോഗസൂത്രം വായിച്ചിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ അതിൻ്റെ ഒരു കാരണം യോഗസൂത്രത്തിൽ അത് രഹസ്യമാക്കി വെച്ചതുകൊണ്ടല്ല, നമുക്കത് മനസ്സിലാക്കാനുള്ള ത്രാണി, കെൽപ്പ്, അതിൻ്റെ ആ ശക്തി, അതിൻ്റെ ആ നിലവാരം നമുക്ക് ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ അത് ഉദാഹരണം എന്താണെന്ന് പറയാൻ വെച്ചാൽ, നമ്മൾ ഇവിടെ നിന്ന് കാണുമ്പോൾ നമുക്കൊരു കാഴ്ച ഉണ്ട് അല്ലേ? നമുക്കൊരു കാഴ്ച. നമ്മളൊരു ഉയരത്തിൽ കയറി നിന്ന് നോക്കിയാലോ കുറച്ചും കൂടി വിസ്തൃതമായൊരു ഭൂമിക നമുക്ക് ദൃശ്യമാണ്. നമ്മളൊരു ടവറിൻ്റെ മുകളിൽ കയറിയാൽ വേറെ, നമ്മൾ ആകാശത്തിൽ വിമാനത്തിൽ കയറിയിട്ടാണ് നോക്കുന്നതെങ്കിൽ വളരെ വിശാലമായൊരു ലോകമാണ് കാണാൻ കഴിയും. അപ്പോൾ ഇതൊരു സാധനാ പദ്ധതിയായത് വെറൊരു തിയറി മാത്രമല്ല, ഒരു സാധനാ പദ്ധതിയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് നിരന്തരം നമ്മൾ സാധന ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ, ഒരേ സാധനം മുമ്പ് വായിച്ചതന്നെ ആയിരിക്കും, പക്ഷേ ഇന്ന് വായിച്ച മനസ്സിലാക്കലായിരിക്കില്ല നമ്മൾ സാധകം ചെയ്തിട്ട് നാളെ വായിക്കുമ്പോൾ വ്യത്യാസം. അപ്പോൾ നിരന്തരം ഇത് പുതുക്കിക്കൊണ്ടിരിക്കുകയും നമ്മളുടെ അറിവിനെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യണമെങ്കിൽ സാധകം ചെയ്യണം എന്നുള്ളത് മസ്റ്റാണ്. അപ്പോൾ സാധകരല്ലാത്തവർക്ക് ഇതിലത്തെ രഹസ്യം പിടിക്കില്ല. അതുകൊണ്ടാണ് പിന്നെ പലപ്പോഴും ഇതിൽ രഹസ്യം ഇല്ല, മനസ്സിലാവാത്തതിൻ്റെ കാരണം സാധകം ചെയ്യാത്തതുകൊണ്ടാണ്. കാരണം ഇതൊരു നമ്മളുടെ അനുഭവത്തെ ബേസ് ചെയ്തുകൊണ്ടുള്ളതാണ്, നമ്മളുടെ അറിവിലേക്കല്ല ഈ യോഗ പദ്ധതി. നമ്മളുടെ അറിവിലേക്കേ അല്ല, നമ്മളുടെ അനുഭവത്തിലേക്കാണ്, മനസ്സുമായി ബന്ധപ്പെട്ടിട്ടാണ്, ആത്മാവുമായി ബന്ധപ്പെട്ടിട്ടാണ്, നമ്മുടെ ബോധവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ബോധപരിണാമത്തെ സംബന്ധിച്ച ശാസ്ത്രമാണ്. ഇതൊരു ശാരീരിക പരിണാമമേ അല്ല. അത് കഴിഞ്ഞു, ഡാർവിൻ്റെ അതോട് കൂടിയിട്ട് നമ്മൾ അതിൻ്റെ ഒരു അൾട്ടിമേറ്റ് ശാരീരിക പരിണാമത്തിൻ്റെ ആ വിഷയൻ്റെ കൈകാര്യം, നമ്മളുടെ ബോധപരിണാമത്തിൻ്റെ വിഷയമാണ് യോഗശാസ്ത്രം കൈകാര്യം ചെയ്യുന്നത്. മനുഷ്യൻ മാത്രം, നമ്മൾ ലോകത്ത് ആലോചിച്ച് നോക്കാം, എത്രയോ ജീവികളുണ്ട്, എത്രയോ ജന്മങ്ങൾ നമ്മളതൊക്കെ കഴിഞ്ഞു വന്നിട്ടുണ്ട്. മനുഷ്യൻ മാത്രം ഒരു സാധ്യതയാണ്. മറ്റെല്ലാ ജീവികളും അവർ എങ്ങനെയാണോ പ്രകൃതിയിൽ ഉരുവം കൊണ്ടിട്ടുള്ളത് അതേ നിലവാരത്തിൽ ജീവിക്കുകയും അങ്ങനെ തന്നെ ഇല്ലാതാവുകയും ചെയ്യും. പക്ഷെ മനുഷ്യന് രണ്ട് സാധ്യതയാണുള്ളത്. ഒന്ന്, രണ്ടല്ല, ആ തരത്തിൽ ആലോചിക്കുകയാണെങ്കിൽ മൂന്ന് സാധ്യതയുണ്ട്. ഒന്ന്, നമ്മൾ മനുഷ്യനായിട്ട് ജനിച്ച് ഈ ദുഃഖങ്ങളും ദുരിതങ്ങളും മനസ്സിൻ്റെ ഈ ഭാരം, മനസ്സെന്നുള്ള വലിയൊരു ഭാരമാണ് ശരിക്കും. മനസ്സ് ശരിക്കും നമുക്ക് കിട്ടിയ ഒരു അനുഗ്രഹമല്ല. മനസ്സ് എന്നുള്ളത് നമ്മളിൽ വന്നു ചേർന്ന ഒരു മാലിന്യമാണ്. ഈ ലോകത്തിൻ്റെ, നമ്മളുടെ കർമ്മഫലം, ഈ അനുഭവിച്ച ജന്മങ്ങളുടെയൊക്കെ സഞ്ചിതമായിട്ടുള്ള ഈ ബാഹ്യലോകത്തിൻ്റെ സമ്മർദ്ദം തന്നെയാണ് ഈ മനസ്സെന്ന് പറയുന്നത്. ഈ സാധനം അതിൻ്റെ ആ ഭാരം അനുഭവിച്ച് 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 സ്വയം നമുക്ക് വീണ്ടും ആ ചക്രത്തിൽ, സംസാര ചക്രത്തിൽപ്പെട്ട് വീണ്ടും ജനിച്ചുകൊണ്ടിരിക്കുക. അതൊരു സാധ്യത. മനുഷ്യനായിട്ട് തന്നെ നിലനിൽക്കുക. മറ്റു ജീവികളൊക്കെ ചെയ്യുന്ന പോലെ, മറ്റു ജീവികളൊക്കെ എന്തായിട്ടാണോ ഉരുവം കൊണ്ടത് അതായിട്ട് തന്നെ നിലനിൽക്കുകയും അതായിട്ട് തന്നെ നശിക്കുകയും ചെയ്യുന്നു. വളർച്ചയ്ക്കൊരു സാധ്യത ഇല്ല. മനുഷ്യനുള്ള ഒരു സാധ്യത, ഇനിയൊരു സാധ്യത എന്നുള്ളത് തിരിച്ച് മൃഗമാവാതെ, മൃഗത്തിൻ്റെതായൊരു അവസ്ഥയിലേക്ക് പോവാനുള്ള ഒരു വീഴ്ച, താഴേക്ക് വരികയാണെങ്കിൽ, മനുഷ്യൻ ഇന്നുള്ളതിൽ താഴേക്ക് വരികയാണെങ്കിൽ അവൻ്റെ കർമ്മങ്ങൾ കൊണ്ട് നമുക്ക് വീണ്ടും നമ്മൾ മനുഷ്യജന്മം ആർജിക്കണമെങ്കിൽ എത്രയോ കർമ്മങ്ങളുടെ, എത്രയോ ജന്മങ്ങളുടെ അതിൽ കൂടെ ഉണ്ടായിട്ടുള്ള പരിണാമത്തിൻ്റെ ഫലമായിട്ടാണ്. അപ്പോൾ ആ നേടിയ സഞ്ചിത കർമ്മങ്ങളുടെ ഫലം കൊണ്ട് നമ്മൾ മനുഷ്യനായി.
ഇനി ഈ മനുഷ്യജന്മത്തിൽ നമ്മൾ കൃത്യമായിട്ടുള്ള കർമ്മങ്ങളല്ല ചെയ്യുന്നതെങ്കിൽ നമുക്ക് അടുത്തൊരു സാധ്യത എന്താണ്? വീണ്ടും തിര്യക്കുകളായിട്ടുള്ള ജനനമാണ്. അപ്പോൾ അത് താഴേക്കുള്ളൊരു സാധ്യത. മൂന്നാമത്തെ ഒരു സാധ്യത എന്തായിരിക്കും? അപ്പോൾ ഇനി ഒരൊറ്റ സാധ്യതയും കൂടിയുണ്ട്. അതാണ് സാധ്യത, അതാണ് മുകളിലേക്കുള്ള സാധ്യത. മനുഷ്യന് ദേവനാവാനും കഴിയും, മനുഷ്യന് ഈശ്വരീയത പ്രാപിക്കാനും കഴിയും. അങ്ങനെ ഒരു സാധ്യതയുടെ ഒരു സവിശേഷതയുമായിട്ടാണ് മനുഷ്യജന്മം നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ അതിലത്തെ ഈ യോഗ സാധന, യോഗ പദ്ധതി നമുക്കെങ്ങനെ ഈശ്വരീയത പ്രാപിക്കാമെന്നതാണ്. അപ്പോൾ അതാണ് ഈ യോഗസൂത്രത്തിൽ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ പതഞ്ജലി നമുക്ക് പലപ്പോഴും ചില കാര്യങ്ങൾ വായിച്ചാൽ മനസ്സിലാവാതിരിക്കാനും കൺഫ്യൂഷൻ ഉണ്ടാവുന്നത്, തെറ്റിദ്ധരിക്കാനും ഒക്കെ ഇടവരുന്നത് നമ്മൾ പലപ്പോഴും ഒരു ടെക്സ്റ്റിനെ കോണ്ടെക്സ്റ്റൽ മീനിങ് ആയിട്ട് എടുക്കാതെ പദാർത്ഥത്തിൽ, ആ അർത്ഥം, ഒരു വാക്കിൻ്റെ അർത്ഥത്തിൽ മാത്രം ഊന്നിക്കൊണ്ട് നമ്മൾ യോഗസൂത്രമല്ല, അത് ഏത് ഇതായാലും അത് വാക്കുകളുടെ, പദങ്ങളുടെ ഒരു പരിമിതിയാണ്. ഒരു പദം പതഞ്ജലി പ്രയോഗിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു നിലവാരത്തിൽ നിന്നുകൊണ്ടാണ്, അദ്ദേഹത്തിൻ്റെ ഒരു വീക്ഷണത്തിൽ വെച്ചുകൊണ്ടാണ്. അപ്പോൾ ആ ഒരു നിലവാരത്തിലേക്ക് നമ്മൾ എത്തുമ്പോഴേ നമുക്ക് പതഞ്ജലിയെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഡിക്ഷണറി നോക്കിയിട്ട് ആ പദാർത്ഥത്തിൽ നമ്മൾ പറഞ്ഞു പോകും. അപ്പോൾ അങ്ങനെ പദാർത്ഥത്തിൽ പറഞ്ഞു പോകുന്നത് കൊണ്ട് നമുക്ക് പലപ്പോഴും കാര്യങ്ങളെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ടെക്സ്റ്റുകളൊക്കെ വായിക്കുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ അദ്ദേഹം എന്താണ് ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഒരു വ്യത്യസ്തമായ രീതിയിൽ ഈ കാര്യങ്ങളെ സ്വാധ്യായം ചെയ്യേണ്ടതുണ്ട്. അതിൽ പിന്നെ ഞാൻ ഉപയോഗിച്ചിരുന്ന ഒരു ടെക്നിക്ക് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ നമ്മളൊരു കാഴ്ചപ്പാട് എങ്ങനെ വെച്ചാൽ, ഒരു പദം പതഞ്ജലി ഒരു ഭാഗത്ത് ഉപയോഗിച്ചതിൻ്റെ യഥാർത്ഥ മീനിങ് അറിയാൻ അതേ പദം വേറൊരു സൂത്രത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതും കൂടി വെച്ച് തട്ടിച്ച് നോക്കുമ്പോഴേ നമുക്ക് ഇവിടെ ഇതാണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാവുക. ഒരു പുസ്തകത്തിൽ തന്നെ, ഒരു ടെക്സ്റ്റിലെ തന്നെ ഒരു ഭാഗത്ത് ഉപയോഗിച്ച പദത്തിൻ്റെ അർത്ഥം യഥാർത്ഥത്തിൽ മനസ്സിലാക്കണമെങ്കിൽ അത് വേറൊരിടത്ത് വെച്ചിട്ടുണ്ട്, അവിടെ പറഞ്ഞിട്ടില്ലാന്നേ ഉള്ളൂ. അവിടെ അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ടാവില്ല, വിശദീകരിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ വളരെ ബോധപൂർവം അതേ പദം അത് വേറൊരിടത്ത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഒരു പിഴവും പറ്റാത്ത ആളാണ് പതഞ്ജലി എന്ന് പറയുന്നത്. കാരണം സൂത്രങ്ങൾ ആ രീതിയിലാണ്. സൂത്രം എന്ന് പറഞ്ഞാൽ തന്നെ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, അങ്ങനെ ആറ്റിക്കുറുക്കിയ സംഭവമാണ്. അതിൽ പിന്നെ അണ്ണുകിണ്ട വ്യത്യാസം വരാതെ ഒരു പിഴവും വരാത്ത രീതിയിൽ അദ്ദേഹം ക്രോഡീകരിച്ചു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് എവിടെയാണോ വീഴ്ച വരിക എന്നാൽ അത് തുറന്ന് പറയാനും എല്ലാം അങ്ങനെ ഇങ്ങോട്ട് പറഞ്ഞാൽ ഇത് പിന്നെ നമുക്ക് അർഹതയില്ലാത്ത ആളുകളുടെ കൈകളിൽ ഏത് വിദ്യയും അതിൻ്റെ ഗുണഫലമല്ല ഉണ്ടാക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അർഹതയുള്ളവർക്ക് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വേറൊരു ഭാഗത്ത് അത് കൃത്യമായിട്ട് പറയപ്പെട്ടിട്ടുണ്ടെന്നാണ്. പിന്നെ ഒരു ടെക്നിക്കുള്ളത്, ഒരു ഗ്രന്ഥത്തിൽ ഒരു ടെക്സ്റ്റിൽ പറഞ്ഞ സാധനം ഇതുമായിട്ട് ബന്ധമൊന്നുമില്ലാത്ത വേറൊരു ടെക്സ്റ്റിൽ ആയിട്ട് തട്ടിച്ചു നോക്കും. ഇതിൻ്റെ ബാക്കി ചിലപ്പോൾ ആ ടെക്സ്റ്റിലായിരിക്കും കിടക്കും. കാരണം ഇതൊരു പാരമ്പര്യമായ അറിവിൻ്റെ ഒരു സഞ്ചയമാണ്. അപ്പോൾ നമ്മൾ ഒരു ഇതിൽ മാത്രം തന്നെ ഇതിൽ ഒഴുകി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ആ ക്ലാരിറ്റി ഇല്ല, നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും, പക്ഷെ ആ മനസ്സിലാക്കലിനൊരു ഒരു പരിമിതി ഉണ്ടാവും. അപ്പം നമ്മൾ വേറെ ടെക്സ്റ്റുമായിട്ടും കൂടി, വേറെ ടെക്സ്റ്റുകളുമായിട്ട്, നിലവിലുള്ള എല്ലാ ടെക്സ്റ്റുകളുമായിട്ട് അറിവുമായിട്ട് നമ്മൾ തട്ടിച്ച് നോക്കുകയും ഒപ്പം വെച്ച് നോക്കുകയൊക്കെ ചെയ്താൽ നമുക്ക് കൂടുതൽ ക്ലാരിറ്റി കിട്ടും. അപ്പോൾ രണ്ട് ടെക്സ്റ്റിലും നമുക്ക് ക്ലാരിറ്റി കിട്ടും. നമ്മൾ വായിക്കുന്ന ടെക്സ്റ്റിലും നമ്മൾ അത് ഏതുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത് അതുമായിട്ട്, അപ്പോൾ രണ്ടിലും നമുക്ക് കൂടുതൽ വ്യക്തത വരും. അപ്പോൾ ഇത്തരം ഒരു സ്ട്രാറ്റജിയിലാണ് നമ്മൾ ഈ ഒരു യോഗസൂത്രത്തിൽ ക്രിയാരഹസ്യങ്ങളെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ക്രിയാരഹസ്യങ്ങളില്ല എന്ന് ഞാൻ പറഞ്ഞെങ്കിലും, ആമുഖമായിട്ട് അങ്ങനെ പറഞ്ഞെങ്കിലും ആ പറഞ്ഞതിൻ്റെ അർത്ഥം അങ്ങനെയാണ്, ഒന്നും രഹസ്യമാക്കി വെച്ചിട്ടില്ല എന്നുള്ള അർത്ഥത്തിലാണ് ക്രിയാരഹസ്യങ്ങളില്ല പറഞ്ഞത്. പിന്നെ
ക്രിയകളെ പറ്റിയിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് മറ്റു പുസ്തക ഗ്രന്ഥങ്ങളിലുണ്ട് എന്നുള്ളതുകൊണ്ട്. എന്നാലും ഇതിൻ്റെ ഒരു എന്താ പറയുക, താത്വികമായിട്ടുള്ള സിദ്ധാന്തം, ഇതൊരു സൈദ്ധാന്തിക ടെക്സ്റ്റ് ആയതുകൊണ്ട് തന്നെ ഈ സാധനത്തിൽ ഉണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ക്രിയാരഹസ്യങ്ങൾ എന്നുള്ള അതിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ ഇത് പുതിയ അറിവൊന്നും എനിക്ക് തരാണ്ടാവില്ല. ഇനിയാണ് നമ്മൾ ഈ കൊടുക്കൽ വാങ്ങൽ നടത്താൻ പോകുന്നത്. നമ്മൾ യോഗസൂത്രം വായിക്കാത്തവരാരെങ്കിലും ഉണ്ടോ ഇതിൽ? യോഗസൂത്രം വായിക്കാത്തവർ വായിച്ചില്ല. യോഗ പ്രാക്ടീസ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടോ? യോഗസൂത്രമേ വായിച്ചില്ല അല്ലേ? മതി അല്ല, യോഗസൂത്രമായിട്ട് ടച്ച് ഉണ്ടെങ്കിൽ നമുക്ക് യോഗസൂത്രത്തിൽ ഈ ക്രിയാരഹസ്യം ഉൾക്കൊള്ളുന്നു എന്ന് തോന്നുന്ന സൂത്രങ്ങൾ ഏതെങ്കിലും എനിക്ക് തോന്നിയത് ഏതാണെന്ന് പറയാൻ ആർക്കും കഴിയും? എനിക്ക് തോന്നുന്നു ക്രിയാരഹസ്യം ഈ ഒരു സൂത്രത്തിലാണ് പറയുന്നത്. അത് സ്വാധ്യായ ക്രിയ. ഓക്കെ. അതെ. അപ്പൊ ആ ശ്ലോകം അതിനുശേഷമാണ് ഈ പ്രാണായാമം തുടങ്ങുന്നത് എന്നുള്ള കൺസെപ്റ്റാണ് സൂത്രകാരൻ പറഞ്ഞത്. പക്ഷെ നമ്മുടെ അതിരിക്കട്ടെ സംസ്കൃതിയുടെ അവിടെ ഇരിക്കട്ടെ. അപ്പൊ ഈ ഒരു ശ്ലോകം സാർ പറഞ്ഞ ആ ഒരു ശ്ലോകം നമുക്ക് നമ്മുടെ ക്രിയകളുടെ ഒരു രഹസ്യം പറയുന്ന രോഗമാണ്, സോറി, ആ സൂത്രമാണ് സാറ് പറഞ്ഞ ആ സൂത്രം. ആർക്കെങ്കിലും കോട്ട് ചെയ്യാൻ പറ്റുമോ? അല്ല, എന്താ സംഭവം അത്? അതിൽ സാധനം പറയുന്നുണ്ടല്ലോ. ശ്വാസപ്രശ്വാസയോർഗതിച്ചതി പ്രാണായാമം അല്ലേ? വേറെ അതാണ് ഒരു ശ്ലോകം. ശരിയാണ്, ഒരു സൂത്രം. പിന്നെന്താണ് അതിൻ്റെ വ്യാഖ്യാനം നമുക്ക് ചെയ്യാം. പിന്നെ ഇനി അടുത്തത് വേറെ ഏതെങ്കിലും ഓർക്കുണ്ടോ? അങ്ങനെ പോട്ടെ, നമുക്ക് തുടക്കം മുതൽ തന്നെ തുടങ്ങാം. ഞാൻ ഇനിയിപ്പോൾ അങ്ങോട്ട് ഞാൻ കണ്ടെത്തിയതാണ്. അല്ലാതെ നമ്മളിപ്പോൾ ഇതൊരു വലിയ അറിവായിട്ടല്ല പ്രസന്റ് ചെയ്യുന്നത്, എനിക്ക് തോന്നിയതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ യോഗസൂത്രം തുടങ്ങുന്ന ആദ്യത്തെ ശ്ലോകം തന്നെ എല്ലാ രഹസ്യങ്ങളെയും തുറന്ന് പറഞ്ഞു കഴിഞ്ഞു. എന്താണത്? ആദ്യത്തെ സൂത്രം എന്താണ് യോഗം? എന്ന് പറഞ്ഞു കഴിഞ്ഞു. ചിത്തവൃത്തി നിരോധനമാണ് യോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ചിത്തവൃത്തി നിരോധനം എങ്ങനെ ഉണ്ടാക്കാന്നുള്ളതൊക്കെയാണ് പിന്നീട് അഭ്യാസം കൊണ്ടും വൈരാഗ്യം കൊണ്ടും. ഇനി അഭ്യാസം കൊണ്ടുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ. ക്രിയ എന്ന് പറഞ്ഞാൽ അഭ്യാസം കൊണ്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇത് തന്നെ മറ്റ് ടെക്സ്റ്റുകളിൽ എന്താണ് അതിനെപ്പറ്റി പറയുന്നത് നോക്കാം. യോഗ കർമ്മസ്സു കൗശലം ഉണ്ടല്ലോ. യോഗം പ്രവൃത്തിയിലുള്ള സാമർത്ഥ്യമാണ്. സമത്വം യോഗ ഉച്ചത, മനസ്സിൻ്റെ സന്തുലിതാവസ്ഥയാണ് യോഗം. ഇതൊക്കെ യോഗത്തെക്കുറിച്ചുള്ള മറ്റ് ടെക്സ്റ്റുകളിലുള്ള വ്യാഖ്യാനങ്ങളാണ്. അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ നമ്മൾ പറഞ്ഞു അഭ്യാസം കൊണ്ടും വൈരാഗ്യം കൊണ്ടും നമുക്ക് ഈ യോഗം പ്രാപിക്കാം എന്ന് പറഞ്ഞു. അതിലത്തെ അഭ്യാസത്തെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ചെയ്യുമ്പോൾ നമുക്ക് എല്ലാവർക്കും മനസ്സിലായി ഒരഭ്യാസമാണ് യോഗയുടെ മുഴുവൻ അടിസ്ഥാനം. അതെന്താണ് അഭ്യാസം? ഒറ്റ അഭ്യാസമാണ് എല്ലാ യോഗയിലും. പ്രാണായാമം അല്ലേ? പ്രാണായാമമാണ് യോഗയുടെയൊക്കെ അടിസ്ഥാനമായിട്ടില്ല. അപ്പോൾ ആ പ്രാണായാമത്തെക്കുറിച്ച് പറയുന്ന ഭാഗങ്ങൾ സാധനങ്ങൾ ഏതൊക്കെയാണ്? അതിലാണ് എഴുതി വരുന്നത് ശ്വാസപ്രശ്വാസയോർഗതി ഇച്ഛതി പ്രാണായാമ. പിന്നെ അത് നമുക്ക് നോക്കാം. അത് ഈ പ്രാണായാമത്തെക്കുറിച്ച് എന്തിനാണ് പ്രാണായാമം, എങ്ങനെയാണ് പ്രാണായാമം എന്നുള്ളത് യോഗസൂത്രത്തിൽ അധികം പറഞ്ഞിട്ടുണ്ടാവില്ല. പ്രാണായാമം എന്താണെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അല്ലേ? അത് കഴിഞ്ഞിട്ടാണ്. അപ്പോൾ എന്തിനാണ് പ്രാണായാമം എന്നുള്ളതിനെ പറ്റി മറ്റ് ടെക്സ്റ്റുകളിൽ എന്ത് പറയുന്നു എന്നുള്ളത് നോക്കാം.
പ്രാണായാമം മനസ്സിനെ നിശ്ചലമാക്കാനാണ്. പ്രാണന്റെ ചലനം മനസ്സിനെയും മനസ്സിൻ്റെ ചലനം പ്രാണനെയും ബാധിക്കുന്നു. പ്രാണൻ ചലിച്ചുകൊണ്ടിരുന്നാൽ ചിത്തവും ചലിക്കുന്നു. ഇത് ഹഠയോഗ പ്രദീപികയിൽ രണ്ടാമത്തെ ഉപദേശം, ദ്വിതീയോപദേശം 2-3. രണ്ടാമത്തെ അധ്യായത്തിലെ 3-ാമത്തേതാണ്. മനസ്സിലായോ? പ്രാണായാമം മനസ്സിനെ നിശ്ചലമാക്കാനാണ്. പ്രാണന്റെ ചലനം, ഈ ഗതി മനസ്സിനെ ബാധിക്കുന്നു. അല്ലെങ്കിൽ മനസ്സിൻ്റെ അവസ്ഥകൾ പ്രാണന്റെ ഗതിയെയും ബാധിക്കുന്നു. ഇതിൽ പ്രാണൻ ചലിച്ചുകൊണ്ടിരുന്നാൽ ചിത്തവും ചലിക്കും. അപ്പോൾ ആ സൂത്രം നമുക്ക് മനസ്സിലായി. അപ്പോൾ ചിത്തം ചലിക്കാതിരിക്കണമെങ്കിൽ ചിത്തവൃത്തി നിരോധനത്തിന് എന്ത് വേണം? അപ്പോൾ അവിടെ പ്രാണൻ ചലിക്കാതിരിക്കണം. അതാണ് പ്രാണായാമം, അല്ലേ? ഇനി നോക്കൂ, എന്തിനാണ് അടുത്ത്? വാസനകളെ അടക്കിയും പ്രാണസ്പന്ദനങ്ങളെ നിയന്ത്രിച്ചും മനസ്സിൻ്റെ വൃത്തികളെ നിരോധിക്കാം. ഹഠയോഗ പ്രദീപിക 71-ാമത്തെ സൂത്രത്തിൽ പറയുന്നു. വാസനകളെ അടക്കിയും പ്രാണസ്പന്ദനങ്ങളെ നിയന്ത്രിച്ചും മനസ്സിൻ്റെ വൃത്തികളെ നിരോധിക്കാമെന്ന് വേറൊരിടത്ത് അതേ ഹഠയോഗ പ്രദീപയിൽ പറയുന്നു. അപ്പോൾ വാസനകളെ നമുക്ക് അടക്കുക എന്നുള്ളത് യോഗസൂത്രത്തിൽ വാസനകളെ അടക്കുന്നതിന് ഉപായമായിട്ടും നമ്മൾ എന്താ കാണുന്നത്? ഈ പ്രാണനെ നിയന്ത്രിക്കലാണ്. വാസനകളെ നമുക്ക് നേരിട്ട് നിയന്ത്രിക്കാൻ പറ്റില്ല, കാരണം അത് നമ്മുടെ ജീവനിൽ ഉള്ള സംഭവമാണ്. നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നത്, നമുക്ക് നിയന്ത്രണമുള്ളത് നേരിട്ട് പ്രാണനിലാണ്, പ്രാണായാമം. അപ്പോൾ അതിലൂടെ നമുക്ക് നമ്മളുടെ വാസനകളെയും ക്രമേണ നിയന്ത്രിക്കാൻ കഴിയുന്നതാണ്. ഇനി വേറെ വ്യാഖ്യാനങ്ങളുണ്ട്. സാറേ, ഞാൻ അധികം സമയം എടുക്കുന്നില്ലല്ലോ? അതെ, പ്രാണ അപാന വായുക്കളെയും സമീകരിക്കുക എന്ന പ്രക്രിയയാണ് പ്രാണായാമം എന്ന് യോഗ യാജ്ഞവൽക്യം പറഞ്ഞു. പ്രാണ അപാന വായുക്കളെ സമീകരിക്കുക, അതിൻ്റെ ദൈർഘ്യം ഒരേപോലെയാക്കുക, അല്ലേ? പ്രാണന്റെയും അപാനന്റെയും. ഇപ്പൊ പ്രാണൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്തേക്ക് വിടുന്ന വായുവിൻ്റെ ദൈർഘ്യം, അപാനൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അകത്തേക്ക് എടുക്കുന്ന വായു. നമ്മൾ പ്രാണായാമം ആലോചിച്ച് നോക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രാണായാമങ്ങളിലൊക്കെ ഈ സംഭവം ഉണ്ടാവും. ഇനി അപ്പോൾ ചില സംശയം വരും അവിടെ, അങ്ങനെയല്ലല്ലോ, മറ്റേ ഒന്നിനെ ദീർഘിപ്പിക്കുകയല്ലേ എന്നുള്ളത് വരുന്നുണ്ട്. അതും പതഞ്ജലി യോഗസൂത്രത്തിൽ വേറൊരിടത്ത് പറയുന്നുണ്ട്. പിന്നെ അത് നമുക്ക് അതിലേക്ക് വരാം, പിന്നീട് വരാം. അപ്പോൾ സമീകരിക്കുക എന്നുള്ളതാണ് പ്രാണായാമം എന്ന് യോഗ യാജ്ഞവൽക്യം. ഇനി ശ്വാസം നിൽക്കുമ്പോൾ നിഷ്കളങ്കത്വം പ്രാപിക്കുന്നു എന്ന് ജാബാല ദർശനോപനിഷത്തിൽ പറയും. ശ്വാസം നിൽക്കുമ്പോൾ നിഷ്കളങ്കത്വം പ്രാപിക്കുന്നു. അപ്പോൾ ഈ പ്രാണന്റെ അകത്തേക്കും പുറത്തേക്കുള്ള ആ സംഭവം നിന്ന് കേവലം കുംഭകം നമുക്ക് സിദ്ധിച്ചു കഴിയുമ്പോൾ നിഷ്കളങ്കത്വം പ്രാപിക്കുന്നു. അവിടെ നിഷ്കളങ്കത്വം എന്നുള്ളതിൻ്റെ അർത്ഥം എന്താ? മീനിങ് എന്താ? അതിൻ്റെ അർത്ഥം എന്താണ്? അപ്പം നമ്മൾ അറ്റൈൻമെന്റ്, ബോധോദയം, സമാധി പ്രാപിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. മനസ്സ് നിശ്ചലമാകുന്നു. ഇനി ചിത്തത്തിൻ്റെ നിലനിൽപ്പിന് കാരണം വാസനകളും പ്രാണന്റെ സ്പന്ദനങ്ങളുമാണ്. ഇവയിൽ ഏതെങ്കിലും ഒന്ന് നിയന്ത്രിക്കപ്പെട്ടാൽ മറ്റേതും നിയന്ത്രിക്കപ്പെടുന്നു. യോഗികൾ പ്രാണനെ നിയന്ത്രിക്കാനാണ് സാധനകൾ ചെയ്യുന്നത്. യോഗ കുണ്ടലിനി ഉപനിഷത്തിൽ പറയുന്നു. ഇത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത സാധനമാണ്. യോഗ കുണ്ടലിനി ഉപനിഷത്തിൽ അതങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇനി ഉപാസകന്മാർ സമമാക്കേണ്ടത് അവരവരുടെ തന്നെ ശ്വാസപ്രശ്വാസങ്ങളെയാണ്. ഉപാസകന്മാർ സമമാക്കേണ്ടത് അവനവൻ്റെ തന്നെ ശ്വാസപ്രശ്വാസങ്ങളെയാണ്. ധ്യാനം, ധാരണ, സമാധി എന്ന് പറഞ്ഞ പുസ്തകം ഉണ്ട്. അതിൽ പറയുന്നതാണ്. നമ്മളത് പരിചയമുള്ള ആരോ അല്ലേ? അതിൽ പറയുന്നു, അങ്ങനെ പറയുന്നു. അപ്പോൾ പഴയ ടെക്സ്റ്റ് മാത്രമല്ല, നിലവിൽ നമുക്ക് ലഭ്യമായ പുസ്തകങ്ങളിലത്തെ എല്ലാ കാര്യങ്ങളും ഇതിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി പ്രാണായാമം എന്ന് പറയുന്നത് നമ്മുടെ അകത്തിരിക്കുന്ന പ്രാണനെ പുറത്തേക്ക് വിടാതെ അകത്തുകൂടി തന്നെ നടത്തുന്നതാണ്. അതും ധാരണ, ധ്യാനം, സമാധി എന്നുള്ള ആ പുസ്തകത്തിൽ തന്നെ വേറൊരിടത്ത് പറഞ്ഞിരിക്കുന്നു. പ്രാണായാമം എന്ന് പറയുന്നത്
നമ്മുടെ അകത്തിരിക്കുന്ന പ്രാണനെ പുറത്തേക്ക് വിടാതെ അകത്തുകൂടി തന്നെ നടത്തുന്നതാണ്. അതാണ് സംഭവം. മനസ്സിലായല്ലോ? അപ്പോൾ ഇനി ഈ ശക്തിയെ യോഗികൾക്ക് മാത്രമേ ഉണർത്താനാവൂ. അത് കുംഭകം ചെയ്ത് ശ്വാസം പിടിച്ച് പ്രാണങ്ങളെ നാഡികളിലൂടെ ചലിപ്പിക്കണം. കുണ്ടലിനി യോഗ പ്രവേശികയിൽ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു. ഈ ശക്തിയെ യോഗികൾക്ക് മാത്രമേ ഉണർത്താനാവൂ. കുംഭകം ചെയ്ത് ശ്വാസം പിടിച്ച് പ്രാണങ്ങളെ നാഡികളിലൂടെ ചലിപ്പിക്കണം. ഇനി നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും എന്ന് വേണ്ട, എല്ലാ സമയത്തും വായുവിനെ കഴിയുന്നത്ര ഉള്ളിലേക്ക് വലിച്ചൊതുക്കി പുറമേക്ക് വിടാതെ സൂക്ഷിച്ചുകൊണ്ടുള്ള അഭ്യാസത്തെ ചെയ്യുന്നവൻ ചിരഞ്ജീവിയായി ഭവിക്കും. ഇത് ഉത്തരഗീതയിൽ പറഞ്ഞിരിക്കുന്നു. ആയിരിക്കും, ഞാൻ ഉത്തരഗീതയിൽ ഇത് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരു പ്രാണായാമം എന്താണ്, എന്തിനാണ് എന്നുള്ളതിനെ കുറിച്ച് പല ടെക്സ്റ്റുകളിൽ പറയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം കൂടി വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഒരു ഭാഗം മനസ്സിലായി. പ്രാണായാമം എന്ന് പറയുന്നത് നമ്മളുടെ ശ്വാസപ്രശ്വാസങ്ങളെ നിയന്ത്രിക്കലാണ്, അതിനെ സമീകരണം ചെയ്യലാണ്, തുല്യമാക്കലാണ്, അകത്തുകൂടെ നടത്തുകയാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതേ സാധനം നമ്മളുടെ യോഗസൂത്രത്തിൽ ഒരു സൂത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതേതാണ് ആ സൂത്രം? പ്രാണനെ നമ്മൾ ഉള്ളിൽ കൂടെ നടത്തുകയാണെന്ന് പറഞ്ഞ സൂത്രം ഏതാണ്? പ്രച്ഛർദന വിധാരണാഭ്യാം വാ പ്രാണസ്യ. കേട്ടോ? നമ്മളുടെ ഉള്ളിലുള്ള പ്രാണനെ ആവർത്തിച്ച് മർദ്ദിച്ച് ഒതുക്കി സവിശേഷമായ രീതിയിൽ ധാരണം ചെയ്യുക, ധരിക്കുക. പ്രാണനെ ധരിക്കലാണ്, നമ്മളുടെ ഉള്ളിൽ ധരിക്കലാണ് പ്രാണായാമം എന്ന് പതഞ്ജലി യോഗസൂത്രത്തിൽ പറഞ്ഞു. ഇത് നമുക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ബാക്കി ടെക്സ്റ്റുകളൊക്കെ ആയിട്ട് വെച്ചിട്ട് നമ്മൾ എല്ലാം കൂടി വരുമ്പോൾ നമുക്ക് ഈ രഹസ്യങ്ങളെല്ലാം പിടികിട്ടും. ഇപ്പോൾ ഒരു സംശയത്തിലുള്ള ഒരു ഇട അവിടെ നിൽക്കുന്നുണ്ട്. അതെന്താണെന്ന് സംശയം വരുമ്പോൾ നമുക്ക് അതും കൂടി ക്ലിയർ ചെയ്യാം. അത് അല്ലെങ്കിൽ നമുക്ക് വിവിധ പ്രാണായാമങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരു സമയത്ത്. അപ്പോൾ എന്താണ് പ്രാണായാമം എന്നുള്ളതിനെ കുറിച്ച് യോഗസൂത്രത്തിൽ പറഞ്ഞ കാര്യങ്ങൾ, ആ സൂത്രങ്ങൾ ഏതാണെന്ന് നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇനി വിവിധ പ്രാണായാമങ്ങളെക്കുറിച്ച് യോഗസൂത്രത്തിൽ എന്താണ് പറയുന്നത്, അത് നമ്മളെ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? അതുകൂടി ആ ഒരു സൂത്രം ഏതാണെന്ന് പറയാൻ പറ്റുമോ? വിവിധ പ്രാണായാമങ്ങളെക്കുറിച്ച് പറയുന്ന 2 സൂത്രത്തിലാണ് അത് പറയുന്നത്. സർ അല്ല, ഒന്നും കൂടി 48, 49 നമ്മൾ വായിച്ചല്ലോ. അത് കഴിഞ്ഞിട്ട് 50, 51 കൃത്യമായിട്ട് അത് പറയുന്നു. ബാഹ്യാന്തര സ്തംഭവൃത്ത് ദേശകാല സംഖ്യാവിപരിദൃഷ്ടോ ദീർഘസൂക്ഷ്മ. അപ്പോൾ നോക്കൂ, അതിൽ എന്തെല്ലാം തരത്തിലുള്ള ഇത് ഒറ്റ സൂത്രത്തിൽ പറഞ്ഞാണ്ട് പോയിരിക്കുകയാണ്. അതിൻ്റെ പ്രാക്ടിക്കൽ വശമേ പറഞ്ഞിട്ടില്ല, പക്ഷെ പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇപ്പോൾ ബാഹ്യാന്തര? ഇത് നമ്മൾ ഒരുപാട് വ്യാഖ്യാനങ്ങൾ നമുക്ക് എല്ലാവരും ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ എന്താണ് ഈ ബാഹ്യാന്തര സ്തംഭവൃത്തി എന്ന് പറഞ്ഞാൽ? എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആ പദത്തിൽ തന്നെ ഉണ്ടാകാറുണ്ടോ? ബാഹ്യ അന്തര സ്തംഭവൃത്തി, കുംഭം. 2 കുംഭത്തെ കുറിച്ച് അടക്കം ഏതൊക്കെയാണത്? അല്ല, ബാഹ്യ അന്തര കുംഭം, ആ 2 കുംഭത്തെ കുറിച്ച് ഏൽക്കാം. അപ്പോൾ അതൊരു പ്രാണായാമത്തിൻ്റെ ഒരു വിധി. അത് ദേശകാലാഭി പരിദൃഷ്ടോ ദീർഘസൂക്ഷ്മ വേറൊരു പ്രാണായാമ വിദ്യാനുണ്ട്. കുംഭക പ്രാണായാമങ്ങൾ മാത്രമല്ല, പിന്നെ ദേശകാല ഇതൊക്കെ ദേശകാല സംഖ്യാഭി പരിദൃഷ്ടോ ദീർഘസൂക്ഷ്മ. പ്രാണനെ നമ്മുടെ ഇതിനെ എന്ത് ചെയ്താൽ മതി? ദേശകാല സംഖ്യയുടെ അടിസ്ഥാനത്തിൽ ദീർഘവും സൂക്ഷ്മവുമാക്കുന്നതും അതും പ്രാണായാമമാണ്. അപ്പോൾ ഇപ്പം മനസ്സിലായല്ലോ എന്താ നമുക്ക് സംശയം ഉണ്ടാവും? കുംഭക പ്രാണായാമങ്ങൾ മാത്രമല്ല
അതിലൂടെ മാത്രമല്ല നമുക്ക് സമാധിയാവസ്ഥ നേടാൻ കഴിയുക, മറിച്ച് ശ്വാസത്തെ സൂക്ഷ്മമായി ദീർഘിപ്പിച്ച് എടുക്കുകയും വിടുകയും ചെയ്തുകൊണ്ടും നമുക്ക് യോഗം സിദ്ധിക്കും എന്നുള്ളത് തന്നെയാണ് അവിടെ പറയുന്നത്. ഇനി ഇതാ അടുത്ത ശ്ലോകത്തിൽ എന്താ പറയുന്നത് നോക്കൂ. ബാഹ്യാന്തര വിഷയാക്ഷേപി ചതുർത്ഥ. നാലാമത്തേത് ഇതാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ 3 അവിടെ പറഞ്ഞു കഴിഞ്ഞു. ബാഹ്യകുംഭകം, അന്തരകുംഭകം, പിന്നെ ദീർഘിപ്പിച്ചിട്ടും സൂക്ഷ്മമാക്കിയിട്ടുള്ള പ്രാണായാമം. അങ്ങനെ 3 പറഞ്ഞതുകൊണ്ടാണ് അടുത്തത് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ബാഹ്യാന്തര വിഷയാക്ഷേപി ചതുർത്ഥ, അതാണ് 4-മത്തേത്. അപ്പൊ ആ 4-മത്തെ സാധനം എന്താ? ബാഹ്യാന്തര വിഷയാക്ഷേപി. എന്താ സംഭവം? നമുക്ക് അറിയണ തന്നെയാണത്. ബാഹ്യ അന്തര വിഷയാക്ഷേപി, അത് രണ്ടും അല്ലാത്തത്, ബാഹ്യവും അല്ല. അതെ, അല്ല, ഞാൻ ഒരു ഡിസ്കഷൻ ആയതുകൊണ്ട് ഞാൻ ചോദിച്ചുകൊണ്ട് മാത്രമാണ് അവർ പറയുന്നത്. അപ്പോൾ ബാഹ്യവും അല്ല അന്തരവും അല്ലാത്ത പ്രാണായാമം അതെന്താ? ആ കുംഭകം എന്താ? കേവല കുംഭകം. കേവല കുംഭകവും അതാണ്. അപ്പോൾ നമുക്ക് കേവല കുംഭകം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ബാഹ്യകുംഭകമുണ്ട്, ആന്തരകുംഭകമുണ്ട്, കേവല കുംഭകം കൊണ്ടും. അപ്പൊ ഈ രണ്ടെണ്ണമൊക്കെ ചെയ്താൽ എത്തുന്ന അവസ്ഥയാണ് ശരിക്ക് കേവല കുംഭകം. അത് ഒരു പ്രത്യേക അവസ്ഥയായിട്ട് തന്നെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതും നിങ്ങൾ അവിടേക്ക് എത്തുന്നല്ല പറഞ്ഞത്, അതൊരു അവസ്ഥയാണ്, അതിൻ്റെ പേരാണ് കേവല കുംഭകം. ഈ കേവല കുംഭകം സിദ്ധിക്കാതെ, അപ്പൊ ഈ ദീർഘസൂക്ഷ്മമായിട്ട് ചെയ്താലും നമ്മൾ എത്തുന്ന അവസ്ഥ ഏതാണ്? പ്രാണനെ ദീർഘിപ്പിച്ചിട്ട് സൂക്ഷ്മമാക്കി നമ്മളിങ്ങനെ ഗതിയെടുത്തുകൊണ്ടിരുന്നാലും നമ്മൾ അവസാനം എത്തുന്ന സ്റ്റേജ് ഏതാ? കേവല കുംഭകത്തിന്റെ സ്റ്റേജാണ്. അപ്പൊ ഈ രഹസ്യം കഴിഞ്ഞില്ലേ യോഗയുടെ മൊത്ത രഹസ്യവും ഇവർക്ക് 2 സൂത്രത്തിലായിട്ട് ക്രിയാരഹസ്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ. അപ്പോൾ ഈ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നത് ബാഹ്യകുംഭവും അന്തരകുംഭവും, മറ്റ് ഈ ദീർഘിപ്പിക്കുന്നത് വാസിക്രിയ, നമ്മുടെ ഹംസക്രിയ, നാഡീശുദ്ധി, ഇതൊക്കെ നമുക്ക് നാഡീശുദ്ധി നാഡികൾക്ക് ശുദ്ധി ഉണ്ടാകാൻ വേണ്ടി ചെയ്യുന്നതാണ്, അതേപോലെ ദീർഘിപ്പിക്കലുമാണ്. പിന്നെ അടുത്തത് കേവലകുംഭം. അപ്പോൾ ഇത് 4 ആകെ ക്രിയാരഹസ്യമായിട്ട് ഉള്ളൂ. ഏത് വിജ്ഞാനത്തിൽ നമ്മൾ പഠിച്ചു പോയാലും നമ്മൾ പ്രാണായാമവുമായിട്ട് ബന്ധപ്പെട്ട ക്രിയാരഹസ്യങ്ങൾ, ഈ 4 കുംഭങ്ങൾ പ്രാക്ടീസ് ചെയ്യാന്നുള്ളതും, അതിലൂടെ 3 കുംഭങ്ങൾ പ്രാക്ടീസ് ചെയ്യാന്നുള്ളതും, അതിലൂടെ കേവല കുംഭത്തിൽ എത്തിച്ചേരുക എന്നുള്ളതാണ്. മനസ്സിലാക്കലാണ് കേട്ടോ. അത് ഞാൻ ആ തുടക്കത്തിലേ പറഞ്ഞു കഴിഞ്ഞു, ഞാൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. കാരണം എന്നേക്കാൾ ഒരുപാട് വർഷം ഇതിൽ പ്രാവീണ്യം ഉള്ള ആളുകളും പ്രാക്ടീസ് ചെയ്യുന്ന സാധകന്മാരും ഒരുപാട് ഗുരുവാന്മാരുടെ നേരിട്ടുള്ള കിട്ടിയ ആളുകളാണ് നിങ്ങളെല്ലാവരും. അപ്പോൾ ആ അടിസ്ഥാനത്തിൽ ഇതിപ്പോൾ എൻ്റെ ഒരു പ്രാക്ടീസിൻ്റെ മുകളിൽ ഉണ്ടാകുന്ന തോന്നൽ മാത്രമാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഡിസ്കഷൻ ഉണ്ടാവാം, അതിൽ സംശയങ്ങൾ വരാം, അല്ലെങ്കിൽ വിമർശിക്കാം, ഖണ്ഡിക്കാം. അതിലൊന്നും നമുക്ക് യാതൊരുമില്ല. കാരണം യോഗ പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈഗോയെ ഇല്ലാതാക്കാനാണ്. ഈ അഹത്തെ നമ്മൾ അലിയിച്ച് ഇല്ലാതാക്കാനാണ് ഈ യോഗം. അത് പക്ഷേ നമുക്ക് സാധാരണ സാധകർക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്താ വെച്ചാൽ, നമ്മളിങ്ങനെ കുറേ പ്രാക്ടീസ് ചെയ്യുമ്പോൾ കൃത്യമായ രീതിയിൽ നമ്മുടെ ഈഗോ കൂടി അവൾ പലപ്പോഴും സാധകരെ നമ്മൾ പരിശോധിച്ചാൽ വളരെ രസമാണ്. നമ്മൾ സിമ്പിളായി വരുന്നതിന് പകരം നമ്മൾ എന്താണ് കഠിനമായിട്ട് നമ്മളിങ്ങനെ ഭയങ്കര ഒരു സംഭവമായിട്ട് വരും. ഈഗോയ്ക്ക് ഡെപ്പോസിറ്റാണ് വരുന്നത്. അത് നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു സാധനം. ഈ യോഗ സാധന എന്ന് പറയുന്നത് ഒരു 20 മൂർച്ചയുള്ള ഒരു സംഭവമാണ്. അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കാതെ നമ്മളത് പ്രാക്ടീസ് ചെയ്താൽ ചിലപ്പോൾ തിരിച്ച് ഡെപ്പോസിറ്റായിട്ട് വരും. അപ്പോൾ നമുക്ക് വീഴ്ചയാണ് ഉണ്ടാവുക. നമ്മളെന്താണോ ഉദ്ദേശിച്ചത് അതിൻ്റെ നേരെ വിപരീത പാതയിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഈഗോ നമുക്ക് മാറ്റിവെച്ചാൽ
നമ്മളാണ് തുറന്ന ആളായി കഴിഞ്ഞാൽ നമ്മൾ കണ്ടിട്ടില്ലേ, ഒരു മുള പുല്ലാങ്കുഴലാവുന്നത് എപ്പോഴാണ്? അത് അടഞ്ഞിരിക്കുമ്പോൾ അതൊരു മുള മാത്രമാണ്. അതിൻ്റെ ഹൃദയം തുറന്നു കഴിയുമ്പോൾ അതിലൂടെ അനിർവചനീയമായ സംഗീതമാണ് വരിക. ഈഗോ അങ്ങോട്ട് ഒഴിവാക്കിയാൽ നമ്മളിലൊക്കെ ഒരു സംഗീതം നിറയും, നമ്മളിൽ നിന്നൊക്കെ ഒരു സംഗീതം പുറത്തു വരും. ഇത്രയും കാര്യങ്ങളാണ് പതഞ്ജലി യോഗസൂത്രയിലെ ക്രിയാരഹസ്യങ്ങളെ കുറിച്ച് പറയാനുള്ളത്. എന്നെ സശ്രദ്ധം കേട്ട എല്ലാവർക്കും നന്ദി.